ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഉമ്മർത്ത് വെറുതെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ആദർശേട്ടൻ പറഞ്ഞ വായു നമുക്ക് പുറത്ത് പോകാം, നീ ഡ്രസ്സൊന്നും മാറണ്ടാന്ന്. ഫ്രോക്ക് നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ വേഗം ചാടി കയറി പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ പോയത് പൂവാട്ടുപറമ്പൊക്കെയായിരുന്നു. അവിടെ എത്തി ഞാൻ നോക്കുമ്പോൾ ആദർശേട്ടൻ ഇത് PSCയുടെ കുറച്ച് ബുക്കുകളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ചേട്ടൻ എന്താ ജോലിന്ന് കുറെ പേര് ചോദിക്കാറുണ്ട്. ചേട്ടൻ ട്രേഡിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത്. വീട്ടിലിരുന്ന് ചെയ്യണോണ്ട് തന്നെ ഫുൾ ടൈം എൻ്റെ ഒപ്പം ഉണ്ടാവും കേട്ടോ. ചേട്ടൻ മുന്നേ വർക്ക് ചെയ്തിരുന്നത് മുത്തൂറ്റിലായിരുന്നു കേട്ടോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റൽ കേസ് വരണ കാരണം പ്രൈവറ്റ് ബാങ്കിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ലീവ് കിട്ടത്തില്ലല്ലോ. ഇപ്പോൾ ചേട്ടൻ PSC കൂടി ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെയാണ് ഈ ബുക്കുകളൊക്കെ വാങ്ങിച്ചേക്കുന്നത്. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ എപ്പോഴും പോണ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിട്ടോ. അവിടെ നമുക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനായിരുന്നു. പപ്പായ, പിന്നെ ഉപ്പേരിക്കുള്ള പയർ, തക്കാളി, സബോള, അങ്ങനെ വേണ്ട ചെറിയ ചെറിയ ഐറ്റംസ്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മുടെ ബൈക്കിന്റെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ പാഞ്ഞു വരും കേട്ടോ. ചെറിയ തോതിൽ ഡയറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ പിന്നെ ഇന്നേക്ക് ഫുഡൊന്നും വേണ്ട, അപ്പം എന്തായാലും പപ്പായ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ വൃത്തിയാക്കി ഞാൻ അരിഞ്ഞ് സെറ്റാക്കി കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിറ്റേ ദിവസത്തേക്ക് ഉപ്പേരി വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ട സംഭവങ്ങളൊക്കെ അരിഞ്ഞ് വെക്കാം. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് എളുപ്പമായല്ലോ. കാരണം ആ രാവിലെ കഴിഞ്ഞിട്ട് അരിയാനൊന്നും എനിക്ക് ചടപ്പാവും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക, സംഭവം വെക്കുക. അപ്പോൾ പയറൊക്കെ ഇങ്ങനെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചു. അതുപോലെ തന്നെ ഉള്ളിയും വെളുത്തുള്ളി ചിലവർ പറയാറുണ്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല എന്ന്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ വെക്കാറുണ്ട്. എത്രയോ വർഷം മുന്നേ എൻ്റെ അമ്മ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അതുവരെ നമുക്ക് വലിയ സീനൊന്നും ഉണ്ടായിട്ടില്ല. മുന്നേ ഞാൻ എല്ലാം അരിഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഇപ്പം അങ്ങനെ ചെയ്യാറില്ല. ഇപ്പം ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് തലേ ദിവസം അരിഞ്ഞ് ഇങ്ങനെ വെക്കും. പിന്നെ ചെറിയുള്ളി നന്നാക്കിയിട്ട് കുറേ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഫ്രിഡ്ജിൽ കയറ്റി. ഉള്ളി അരിഞ്ഞിട്ട് എൻ്റെ കിളി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണെന്നൊക്കെ വെള്ളം വന്നു. ഇനി നേരെ കുളിച്ചൊന്നൊക്കെ എടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.